ഹലോ ഗൈസ്. ഈ സാധനം എടുത്ത് കിട്ടി. നമ്മൾ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1 2 3 കുറേ ചീത്തപ്പേര് കേട്ടു. എനിക്ക് ഭ്രാന്താന്ന് വരെ പറഞ്ഞു. സ്വന്തം ബന്ധുക്കാർ തന്നെയാ. അവരെന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെയാ, അവൾക്ക് മുഴു ഭ്രാന്താ. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടേക്കുന്നതും ഈ മേക്കപ്പിന്റെ പേരിലാണ് അല്ലേ? അതെ അതെ അതെ, നല്ലോണം കേട്ടിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, അധികം പഠിപ്പില്ല. ഞാൻ +2 പോയിട്ടുണ്ട്. പക്ഷെ അവിടെ എന്തോ കാര്യത്തിൽ ലോണിൽ പോയപ്പോൾ ഇങ്ങനെ എഴുതുന്ന അവസ്ഥ വന്നു. എനിക്കാണെങ്കിൽ ഒട്ടും ഇംഗ്ലീഷ് അന്നേരം അറിയില്ല. ഇപ്പം അത്യാവശ്യം ഇങ്ങനെ അറിയും. കുറച്ച് ഇന്നലെ മെസ്സേജ് അയക്കുമ്പോൾ അത്യാവശ്യം കണ്ട് ഇങ്ങനെ കാണും പറയും. അന്നേരം ഒട്ടും അറിയില്ല. അപ്പോൾ കരഞ്ഞു അവിടെ നിന്ന് ഞാൻ. അത് കണ്ടിട്ട് പറയാം, നിനക്ക് വേറെ ജോലിയില്ലേ? എൻ്റെ ജോലി ഇതാ. വായിക്കാറുണ്ടോ ഈ കമന്റ്സ്? വായിക്കാറുണ്ട് അത്യാവശ്യമൊക്കെ. ചിലപ്പോൾ തോന്നും റിപ്ലൈ കൊടുത്താലോ എന്ന്. പിന്നെ ഓർത്ത് എന്തിന്, പിന്നെ എന്താ പല്ലി കമ്പിട്ട ദേവി. പക്ഷെ എനിക്ക് കമ്പി ഊരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സങ്കടം വരും. എന്തിനിങ്ങനെ പറയണ, ഞാൻ എന്തെങ്കിലും വൃത്തികേടായിട്ടാണോ ചെയ്തത്? എന്തായാലും നീ വേറൊന്നും അല്ലല്ലോ, തുണിയില്ലാതെ ഒന്നും അല്ലല്ലോ. എനിക്ക് തോന്നുന്നു അവര് അങ്ങനെ ചെയ്തിട്ട് അവർക്ക് ഒരു നല്ല ചീത്ത കമ്പനൊന്നും ഇല്ല. കുറെ ഹാർട്ടും കുറെ ഉമ്മയും എല്ലാം വെച്ച്. ഞാൻ ഓർത്ത് എൻ്റെ വീടിക്ക് എന്താ ഉള്ളത്, കുറെ ചീത്ത മാത്രം. അല്ല, അങ്ങനെ പെൺപിള്ളേർ വിളിച്ചപ്പാടാവൂ? വിളിച്ചപ്പെടാവൂലോ. കയ്യിലൊക്കെ ഇതെന്താ? താളം പിടിച്ച്, ഇലത്താളം പിടിച്ചിട്ടല്ലേ? ദേവിയുടെ ആ ഒരു സാന്നിധ്യം ദേഹത്തോട്ട് വരാറുണ്ട്. പണ്ടുണ്ടായിരുന്നു. അങ്ങനെയില്ല, എന്നാലും സങ്കടം വരും. അതൊക്കെ സങ്കടം വരും. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ആവണി ബിജു ആണ്. ഹലോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖമായിട്ട് പോകുന്നു. അതെ, പ്രോഗ്രാംസ് ഒക്കെ എങ്ങനെ പോകുന്നു? പരിപാടി കുഴപ്പമില്ലാതെ അങ്ങനെ. ഇപ്പൊ സീസൺ ആണല്ലോ അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഫുൾ തിരക്കാണ്. അത്യാവശ്യം തിരക്കെന്ന് പറയാം. ഇപ്പൊ ഒരു പ്രോഗ്രാമുള്ള ഒരു ദിവസമാണെന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെയായിരിക്കും ആ ഒരു ദിവസം ഉണ്ടാവും? രാവിലെ നേരത്തെ എണീക്കണോ? നേരത്തെ എണീക്കണം. ഇപ്പൊ നമുക്ക് എന്താ വൈകിട്ട് 5 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക് ട്രെയിനെങ്കിൽ നമ്മൾ നേരത്തെ എണീറ്റ് ഒന്നുകിൽ ഒരു 2 മണിക്ക് എണീക്കണം. പിന്നെ നേരത്തെ എണീറ്റ് അതിൻ്റെ കാര്യങ്ങൾ സാധനം രാത്രി തൊട്ട് എല്ലാം പാക്ക് ചെയ്ത് അടുക്കി പെറുക്കി വെക്കാനുണ്ടാവും. ഇടാനുള്ള സാധനം പിന്നെ ഇട്ട് കഴിയുമ്പോൾ എടുത്ത് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൂടും. പിന്നെ ഫുഡിന്റെ കേസാണെങ്കിൽ നമുക്ക് തമിഴ്നാട് ഫുള്ളും നാട് വിട്ടാണ്. നമ്മുടെ നാട്ടിൽ പ്രോഗ്രാം കുറവാണോ? നാട്ടിൽ കുറവാണ്. സീസൺ കഴിയുമ്പോൾ നാട്ടിൽ കുറവാണ്. പുറത്ത് പിന്നെയും കാണും. പുറത്ത് കല്യാണമായിട്ടും തമിഴ്നാടൊക്കെ ഏറ്റവും കൂടുതൽ കല്യാണമായിട്ടും പിന്നെ എന്താ ഇത് പിന്നെ ഇവിടെ വൈസരിക്ക് ചടങ്ങില്ലേ അതിനും പിന്നെ കേർത്താമസം അങ്ങനെ അതിനൊക്കെ ഈ പ്രോഗ്രാംസ് വെക്കൂലേ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. അത് ചെണ്ടമേളം. അന്നേരം അപ്പം നമുക്ക് ഭയങ്കര പാടാം. അപ്പോൾ രാത്രി എല്ലാ സാധനം എടുത്ത് വെക്കണം. അടുപ്പിച്ച് പ്രോഗ്രാമെങ്കിൽ ചെണ്ടമേളം. ഞാൻ ഓർത്തു മറ്റേ കാളിയുടെ രൂപം അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അതൊക്കെ അത് അങ്ങോട്ടുണ്ടാവില്ല. കാരണം സാധനമൊക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിട്ടാ. നമുക്കുണ്ട് മോഹിനിയാട്ടം, കഥകളി, ആ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പൊ എല്ലായിടത്തും കല്യാണ വീട്ടിലൊക്കെ തന്നെ കല്യാണത്തിന് ഈ കഥകളി, മോഹിനിയാട്ടം, ആ വേഷങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് മൈസൂരായാലും തമിഴ്നാടൊക്കെ ഏറ്റവും കൂടുതലും കഥകളി, മോഹിനിയാട്ടം പോകുന്നുണ്ട്. വേഷങ്ങൾ ദേവി വേഷം ഒന്നും പോകുന്നില്ല, കഥകളി, മോഹിനിയാട്ടം. അപ്പൊ അതൊക്കെ പോകുമ്പോ ഭയങ്കര പാടാണ്. സാധനമൊക്കെ എടുത്തു പറയും. ഞാൻ മേക്കപ്പ് ചെയ്യണത് കാരണം കഥകളിക്ക് മേക്കപ്പ് ചെയ്യണ ഞാൻ, മോഹിനിയ പെണ്ണുങ്ങൾക്കും എനിക്ക് വരെ മേക്കപ്പ് ചെയ്യണ ഞാൻ. മേക്കപ്പ് ഒക്കെ ഓൺ ആയിട്ടാണോ? അതെ അതെ അതെ. അപ്പോൾ ആ സാധനം കൂടെ എടുത്തു വെക്കണം. കാരണം ഇപ്പോൾ കഥകളിക്ക് പച്ച സാധനമല്ലോ, പച്ച ചായയാണ്. ആ ചായ എല്ലാം എടുത്തു വെക്കണം. ഒരു സാധനം മറന്നു പോയിട്ടുണ്ട്, അത് 8ന്റെ പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കും, ഇത്രയും സാധനങ്ങൾ അടുക്കി പെറുക്കി വെക്കുമ്പോൾ ഒരു സാധനം ഇപ്പൊ അവിടെ പോയിട്ട് മിസ്സായ എന്ത് ചെയ്യാ? ഞാൻ അങ്ങനെ ചെയ്യില്ല, എല്ലാം എടുത്തു വെക്കും. ഞാൻ ചോദിച്ചു പറഞ്ഞു മേടിച്ചു. കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇതാ, എന്ത് കൊടുത്താലും ചോദിക്കും ഇന്ന സാധനം എടുത്തു വെക്കുക, അതുപോലെ എടുത്തു വെക്കുക. കാരണം നമുക്ക് അടുത്തൊരുക്ക് ഉപയോഗിക്കാനുള്ളല്ലോ. എപ്പോഴും മേടിക്കാനുള്ള ഫണ്ടും പൈസ ഒന്നും ഉണ്ടാവില്ല. വീട്ടിന് മറന്നു പോകല്ലാതെ അവിടെ സ്ഥലത്തൊന്നും മറന്നു പോകില്ല. എല്ലാം ഇങ്ങനെ കൃത്യമായിട്ട് നോട്ടം ഉണ്ടാവും എല്ലാത്തിനും. കയ്യിലോ വെക്കാന്നുള്ള നിർഭാവം. ആ സമയത്ത് നമ്മളങ്ങനെ മറന്നുപോയ സിറ്റുവേഷൻസ് വല്ലതും ഉണ്ടായിട്ടുണ്ട്? അതെ, ഒന്നും മറന്നിട്ട് ഈ ചായ മുഖത്ത് വെക്കണ കഥകളിക്കുള്ള ചായം. പക്ഷെ നാട്ടിലായിരുന്നു പ്രോഗ്രാം. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ വേറെ ആൾ വഴി എടുത്തുകൊണ്ട് വന്ന് കൊണ്ടെത്തിച്ചു. അത് ഇവിടെ ഏറ്റുമാനൂരായിരുന്നു പ്രോഗ്രാം. നാട്ടിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ ഞാൻ പുറത്തേമേ ഇനി വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതുകൊണ്ട് ആങ്ങളെയാണ് കഥകളി വേഷം കെട്ടണം. അപ്പോൾ ഇനി എവിടെ പോയി ഇനി അത് ഓർത്ത് വെക്കണം, അതൊക്കെ എടുത്ത് വെക്കണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് എല്ലാ സാധനം എടുത്തു വെക്കും. ഓക്കെ, ഇപ്പൊ മേക്കപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഒറ്റയ്ക്കാ മേക്കപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടേക്കുന്നതും ഈ മേക്കപ്പിന്റെ പേരിലാണ് അല്ലേ? അതെ അതെ അതെ, നല്ലോണം കേട്ടിട്ടുണ്ട്. കാരണം എല്ലാവരും നോക്കുമ്പോൾ ഭയങ്കര ഓവറാന്ന് പറയും. പക്ഷെ എനിക്കൊരു ഓവറല്ല. കാരണം ഡാൻസ് കളിക്കുന്നവർക്ക് അറിയാം, അടുത്ത് നിൽക്കുന്നവർക്ക് ഭയങ്കര ഓവറായിരിക്കും. ഇപ്പൊ ചേച്ചി അടുത്ത് നിൽക്കുക, അപ്പൊ എന്റെ മേക്കപ്പ് കാണുമ്പോൾ ഇതെന്താ ഭയങ്കര, ഞാൻ പീരിയൊക്കെ നല്ല കട്ടിയിലും ഇതൊക്കെ. ക്ലാസിക്കൽ ഡാൻസ് അല്ലെങ്കിൽ പ്രോഗ്രാമിന് അങ്ങനെ ചെയ്യാം, എല്ലാം കൂടുതലാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊക്കെ ഭയങ്കര ഓവറാണ്. പക്ഷെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ദൂരെ നിൽക്കുന്നവർക്ക് അത് കാണണം, നല്ല ഭംഗിയാണ്. അപ്പം അവർക്ക് കാണാൻ വേണ്ടി വെച്ച് കുറച്ച് വലുതായിട്ടും കണ്ണിൻ്റെ വാലൊക്കെ ഇവിടം വരെ എഴുതിയും
മൂക്ക് നമ്മൾ നീളം കാണിക്കുമല്ലോ, അത് അത്യാവശ്യം കട്ടിയിലൊക്കെ ഇടും. അടുത്തുള്ളവർക്ക് ഭയങ്കര അങ്ങനെ എന്താ പറയണ്ടേ, വീഡിയോ കാണുന്നവർക്കായാലും വീഡിയോ അടുത്ത് പോകുമ്പോൾ ഓവറാന്ന് തോന്നുമല്ലോ. പക്ഷെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരാളങ്ങ് ദൂരെ നിൽക്കുക കാണുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ എടുത്ത് കാണാൻ വേണ്ടിയാണ്. ഡാൻസ് കളിക്കുന്നവർക്കറിയാം അതിങ്ങനെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ഇൻസ്റ്റയ്ക്കകത്ത് വരത്തില്ലേ, ഇൻസ്റ്റയ്ക്കകത്ത് നമ്മൾ റീൽ ഇടുന്ന സമയത്ത് കുറച്ചുകൂടി അടുത്ത് ക്യാമറ പിടിക്കുമ്പോൾ ഭയങ്കര ഓവറാന്ന് കൂടുതലും തോന്നും. കാരണം കുറേ ഫിൽറ്ററൊക്കെ ഇടുമല്ലോ, ചിലപ്പോൾ ഫിൽറ്റർ ഇടാതിരിക്കും. പക്ഷെ അടുത്ത് ക്യാമറ വെക്കുന്നുണ്ട് എന്താ പറയണ്ടേ, ഈ നമ്മൾ സാധാ പിരിക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ വരയ്ക്കുമ്പോൾ പിരി ഇങ്ങനെ കയറി വരും, അല്ലെങ്കിൽ കട്ടി വരും. അപ്പോൾ ഭയങ്കര നോക്കും ഭയങ്കര ഓവറാണ്. കാരണം സാധാ ഡാൻസിനൊക്കെ എന്താ പറയണ്ടേ, ചെറുതായിട്ടോ ചെറിയ പൊട്ടൊക്കെ കുത്തോളൂ. അപ്പോൾ അതിൽ കുറേ കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ നെഗറ്റീവ് കമന്റ്സ് ഈ മേക്കപ്പിന്റെ കാര്യത്തിൽ കണ്ണ് വരയ്ക്കുന്നതിനെ പറ്റിയൊക്കെ വായിക്കാറുണ്ടോ ഈ കമന്റ്സ്? വായിക്കാറുണ്ട്, അത്യാവശ്യമൊക്കെ വായിക്കും. വായിച്ചിട്ട് റിപ്ലൈ കൊടുക്കാൻ തോന്നാറുണ്ടോ? ചിലപ്പോൾ തോന്നും റിപ്ലൈ കൊടുത്താലോ എന്ന്. പിന്നെ ഓർത്ത് എന്തിന് കൊടുത്തിട്ട് എന്നാ കാര്യങ്ങൾ, ഇവരോടൊക്കെ എന്ത് പറയാനാന്നുള്ള മൈൻഡാണോ? ഇടയ്ക്ക് സങ്കടം വരും. കാരണം എന്താണ്, അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ വീഡിയോ കാണുന്നവർ എന്താ പറയേണ്ടതിന്, നമ്മുടെ വീഡിയോ ഇടാനായിട്ട് നോക്കിയിരിക്കുന്നവർ കുറേ പേരുണ്ടാവും. കമൻറ്റ് പറയാൻ ഇടാനായിട്ട് എനിക്ക് ഇടുമ്പോൾ തന്നെ അപ്പം തന്നെ എന്താ പല ചീത്തയിട്ട് പറയാനായിട്ട് തന്നെ നിൽക്കുന്ന കുറേ പേരുണ്ടാവും. അപ്പോൾ എനിക്ക് സങ്കടം വരും, എന്തിനിങ്ങനെ പറയണേ, ഞാൻ എന്തെങ്കിലും വൃത്തികേടായിട്ടാണ് ചെയ്തത്, വൃത്തികേടായിട്ടാണ് ചെയ്യേണ്ടത്, അങ്ങനെ എനിക്ക് സങ്കടം വരണ്ട്. കുറേ പേര് എന്താ നിനക്ക് വേറെ പണിയില്ലേ, നിനക്ക് ഇതാണോ പണി എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ പല്ലി കമ്പിട്ട ദേവി, പല്ലി കമ്പിട്ട പാർവതി. പക്ഷെ എനിക്ക് കമ്പി ഊരാൻ പറ്റില്ല, കമ്പി ഇങ്ങനെ വെച്ചിരിക്കുന്നല്ലേ, എനിക്ക് ഊരാൻ പറ്റില്ല. അത് കേൾക്കാൻ സങ്കടം വരും. ഇത് പറഞ്ഞ സങ്കടം വരും. എന്നൊക്കെ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ കുറ്റം പറയാൻ ആൾക്കാർ വന്ന് നിൽക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും എന്ത് വീഡിയോ ഇട്ടാലും അപ്പം തന്നെ ചീത്ത വർത്താനാ, നിനക്ക് ഒരു പണിയൊന്നുമില്ല. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ ഇനി വീഡിയോ ഇടുന്നില്ല? ഇവരൊക്കെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് വീഡിയോ ഇനി ഒന്നും വേണ്ട. ചിലപ്പോൾ കമൻറ്റ് കൂടുതൽ കാണുമ്പോൾ വീഡിയോ എടുത്ത് കളഞ്ഞാലോ പിന്നെ ഓർത്ത് വേണ്ട, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്ത് പോവാ. ആരെ സപ്പോർട്ട് ഇപ്പം ഇങ്ങനെ വിഷമം വരുമ്പോൾ ആരോടാ പോയി പറയാം? വിഷമം വരുമ്പോൾ വീട്ടുകാർ പറയും. പിന്നെ എല്ലാം സപ്പോർട്ടാണ്, അമ്മയായാലും മുത്തശ്ശിയായാലും. അമ്മയൊക്കെ റീൽ ചെയ്യാൻ വരും അല്ലേ? ഇടയ്ക്കൊക്കെ അമ്മ വരും. അമ്മയ്ക്കൊരു ബോധം വരും, അമ്മ വന്ന് കൂടും കളിക്കാന്ന് പറയും. പിന്നെ ആങ്ങളെയാണെങ്കിലും പറയും ഇങ്ങനെ കുറേ കമൻ്റ് ഒക്കെ ഇടണം ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് പറയുമ്പോൾ നീ അത് നോക്കേണ്ട ആവശ്യം തന്നെ. അമ്മ പറയും നീ അതിൻ്റെ തിരിച്ച് മഴ കൊടുക്കുക. അപ്പോൾ ഞാൻ ആർക്കാ മഴ കൊടുക്കണം, കുറേ പേരുണ്ട്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല അമ്മ ചോദിക്കും. മുത്തശ്ശിക്കാണെങ്കിലും മുത്തശ്ശി ഇങ്ങനെ ഫോണാണ് അങ്ങനെ സംഭവം അറിയില്ല, എന്നാലും കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ സപ്പോർട്ടാണ് എല്ലാവരും, അച്ഛനായാലും അമ്മയായാലും ഒക്കെ സപ്പോർട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ണ് വരയ്ക്കുന്നതിനാണ് എല്ലാവരും പറയുന്നത്. കണ്ണ് വരയ്ക്കുന്നു, പുരികം വരയ്ക്കുന്നു എന്നുള്ളത്. അപ്പൊ അത് നോർമലായി ഇപ്പോഴും കണ്ണും പുരുകും വരച്ച്. അപ്പൊ നോർമലായിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോഴും ഇങ്ങനെ തന്നെയാണോ? എവിടെ പോയാലും ഇതാണ് ഇഷ്ടം. വീട്ടിലിരിക്കുകയാണെങ്കിൽ വീട്ടിലിരുന്ന കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ കണ്ണെഴുതും, പൊട്ടും തൊടും. അപ്പൊ എവിടെ നിൽക്കുവാണെങ്കിൽ തന്നെ എവിടെയും പോകുന്ന ഇതിനെ ഒരുങ്ങി നിൽക്കും. മുടിയെല്ലാം വാരി കെട്ടി എന്താ വേണ്ട, കണ്ണൊക്കെ എഴുതി കമ്മലൊക്കെ ഇട്ട് ഇതുപോലെ കയ്യും കാലൊക്കെ മോതിരൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കും. എവിടെ വീട്ടിലാണെങ്കിലും ദേവീനെ പോലെ ഒരുങ്ങി നിൽക്കുള്ളൂ. കുളി നേരം വെളുത്തിട്ടുണ്ടോ എന്താ അപ്പൊ തന്നെ മുടിയിൽ വാരി കെട്ടി ജോലി ഇടയ്ക്ക് പണ്ട് പറയായിരുന്നു ജോലി ചെയ്യാൻ സമയം ഉണ്ടാവില്ല, മേക്കപ്പ് തന്നെയായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് ബാക്കി സമയം ഉണ്ടെങ്കിലേ ജോലി ചെയ്യുള്ളൂ. ദേവീനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ദേവിയുടെ രൂപങ്ങൾ കുറെ ചെയ്യുന്നോണ്ടാണോ ഇത്രയും കമ്മലും 2 മൂക്കൊക്കെ കുത്തിയിരിക്കണാണോ? അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമായതുകൊണ്ടാണ് എനിക്ക്. ഇതിലേക്ക് വന്നതിന് ശേഷമാണോ അത് കുത്തിയത് അതോ? അല്ല, നേരത്തെ തൊട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുത്തി. ഇത് കഴിഞ്ഞ വർഷം കുത്തിയത് മൂക്ക് ഈ സൈഡ്. ഒരെണ്ണം ആദ്യം ഉണ്ടായിരുന്നു. ഒരെണ്ണം ആദ്യം ഉണ്ടായിരുന്നു. 2 സൈഡും കുത്തി. പിന്നെ കമ്മൽ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 എണ്ണം. ഇവിടൊക്കെ കുത്തുമ്പോൾ ഭയങ്കര പെയിൻ അല്ലേ? അത് കുത്തി ഇറക്കുമായിരുന്നു, ചെറിയൊരു വേദന എടുത്തായിരുന്നു. ഇഷ്ടമായി. നേരത്തെ തൊട്ട് കുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പൈസ എല്ലാം കിട്ടും, അങ്ങനെ കുത്തിയത്. അല്ല, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇപ്പൊ ഇഷ്ടമുള്ള ഒരു പാഷനാണ് ചെയ്യുന്നത്, ആ ജോലിയുടെ ഭാഗങ്ങളല്ലേ ഇതിനകത്ത് ചെയ്യുന്നത്? തീർച്ചയായിട്ടും. ഞാൻ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പരിപാടിയുടെ കാര്യങ്ങളൊക്കെയാ. അത് കണ്ടിട്ട് പറയാം നിനക്ക് വേറെ ജോലി ഇല്ലേ? എൻ്റെ ജോലി ഇതാ, കലയാണ് എൻ്റെ ജോലി. അപ്പൊ അതെന്താ വന്ന് പറയാത്ത എന്റെ ജോലി ഇതാണ്? അത് പറഞ്ഞു, ഒരിക്കലും പറഞ്ഞു ഇങ്ങനെ പരിപാടി സമയത്ത് പറഞ്ഞത് ഇങ്ങനെ എൻ്റെ ജോലി ഇതാണ്, അതാണ് ചെയ്യുന്നത്. എനിക്ക് എന്താ പറയുക അധികം പഠിപ്പില്ല. ഞാൻ +2 പോയിട്ടുണ്ട്, പക്ഷേ +2 കഴിഞ്ഞാൽ ഡാൻസിലേക്ക് തന്നെ ഇറങ്ങി. +2 പാസ്സായത് ടീച്ചർമാരുടെയും എൻ്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ് പാസ്സായത്. പഠിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം കലയോടായിരുന്നു. അത് പണ്ട് തൊട്ടുണ്ടായിരുന്നു. ടീച്ചർമാർക്കാണെങ്കിലും ബാക്കി പഠിത്തത്തെ നോക്കില്ല. ആവണി എന്താ നാടോടി നൃത്തം ഇല്ലേ,
നാടോടി നൃത്തം. ഫോക്കില്ലേ, ഉണ്ടാവും ടീച്ചറെ. അതിനൊക്കെ എന്നെ വിളിക്കും. ചിത്രം വരെ ഉണ്ട്, കൂടുന്നില്ലേ? ഉണ്ട്. അവർക്ക് അറിയാം എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ സ്കൂളിലാണെങ്കിൽ തന്നെ ഇതുപോലെ ഒരുങ്ങിക്കെട്ടിയൊക്കെ പോയിരുന്നു. അപ്പോൾ ടീച്ചർക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം ഒരു ഇതൊന്നും ഇല്ല, നല്ല കുട്ടിയായിട്ട് സ്കൂളിൽ പോകണം, ഇങ്ങനെ എന്താ പറയണ്ടേ, ഒന്നും വേറെ തിരിഞ്ഞ് നടക്കുന്നില്ല. പഠിച്ചില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും ബുക്കാണെങ്കിലും നീറ്റായിട്ടിരിക്കും. അവിടെ ടീച്ചർക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അപ്പോൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഡാൻസ് സമയത്തൊക്കെ നിൻ്റെ ഇതാണ് ടീച്ചർ പറയും, കൊച്ചിനെ ഒന്നും നോക്കണ്ട. എനിക്ക് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണ്ട, പിള്ളേർ പഠിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നി ഇവരിങ്ങനെ പഠിക്കണം എങ്ങനെയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾക്ക് മനക്കണക്ക് അത്യാവശ്യം പെട്ടെന്ന് കിൾക്കാം. ഞാൻ ഓർത്ത് ഇവൾക്ക് ഇങ്ങനെ കിട്ടണം എങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കും എനിക്ക് കിട്ടുമോ, അങ്ങനെയൊക്കെ ആലോചിക്കും. ഇവളിങ്ങനെ ചുമ്മാ ഇരുന്ന് പറയും സാർ എങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് സങ്കടം വരാറുണ്ട്. അപ്പോൾ ടീച്ചർ വന്ന് പറയും അത് നോക്കേണ്ട ആവശ്യമില്ല, അത് നോക്കണ്ട, നിന്റെ ഇത് ഡാൻസാ. പക്ഷെ ഇപ്പൊ അവരെക്കാളും കൂടുതൽ ആളുകളൊക്കെ അറിയുന്നതാവണേനല്ലേ അല്ലേ? കുറച്ച് വലുതായപ്പോഴത്തേക്ക് എല്ലാം മാറിയില്ലേ? അതുകൊണ്ട് എന്നാലും എവിടെയെങ്കിലും ഇപ്പോൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇംഗ്ലീഷ് പ്രശ്നമാണ്. എനിക്ക് നല്ല. അപ്പോൾ എനിക്ക് കരഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു തവണ. ഇങ്ങനെ അമ്മയുടെ ലോൺ പോയി. പോയതാണോ? ബാങ്കിലല്ലോ, എന്തോ ലോണിന്റെ എന്തോ ഇസാബ് ഇങ്ങനെ ലോണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ എന്തോ കാര്യത്തിൽ ലോണിൽ പോയപ്പോൾ ഇങ്ങനെ എഴുതുന്ന അവസ്ഥ വന്നു. എനിക്കാണെങ്കിൽ ഒട്ടും ഇംഗ്ലീഷ് അന്നേരം അറിയില്ല. ഇപ്പം അത്യാവശ്യം ഇങ്ങനെ അറിയും. കുറച്ച് ഇന്നലെ മെസ്സേജ് അയക്കുമ്പോൾ അത്യാവശ്യം കണ്ടു ഇങ്ങനെ കാണും പറയും. അന്നേരം ഒട്ടും അറിയില്ല. അപ്പോൾ കരഞ്ഞു അവിടെ നിന്ന് ഞാൻ. കരഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് എന്താ പറയണ്ടേ, ചിന്തയായിപ്പോയി. എനിക്കെന്താ ഇങ്ങനെ വായിക്കാൻ ഏതാ അറിയില്ലാത്ത ഇതായിപ്പോയി. അന്നേരം ചേട്ടയൊക്കെ വന്ന് എനിക്ക് കരയേണ്ട ആവശ്യമില്ല, നിനക്കൊരു കഴിവുണ്ടല്ലോ, വേറെ ആർക്കെങ്കിലും ഇതുപോലെ കഴിവുണ്ടോ നിനക്ക്, അത് നിനക്ക് നോക്കാൻ പാടില്ലേ. ഫില്ല് ചെയ്ത് അവർ തന്നെ പറഞ്ഞു ഇംഗ്ലീഷ് പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഫില്ല് ചെയ്ത് അവർ തന്നെ തന്നു. പിന്നെ പഠിക്കണം തോന്നിയോ? ഇനി പഠിക്കാം എനിക്ക് ആഗ്രഹമുണ്ട് പഠിക്കാനായിട്ട്. പക്ഷെ പഠിക്കുന്ന കാര്യം ഒരിക്കലും മറക്കില്ലേ, അതൊക്കെ ഉറപ്പാ. ഞാൻ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഞാൻ മറക്കില്ല. അപ്പൊ ദേവിയായിട്ട് ചെയ്യാനാണോ കൂടുതൽ താല്പര്യം? ഇപ്പൊ കാളി രൂപം അങ്ങനെയൊക്കെയല്ലേ കൂടുതൽ ചെയ്യുന്നത്, അതാണ് ഇഷ്ടം. ഇപ്പൊ നമ്മൾ സംസാരിച്ചപ്പോ പറഞ്ഞാലും ദേവിയുടെ ആ ഒരു സാന്നിധ്യം ദേഹത്തോട്ട് വരാറുണ്ട് എന്നൊക്കെ, അതിപ്പോ ഫീൽ ചെയ്യാറുണ്ടോ? ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. പണ്ട് തുടങ്ങുന്ന സമയത്താണോ ഈ പ്രോഗ്രാംസ് ഒക്കെ? അല്ല, അതിനു മുമ്പേ തന്നെ. ഞാനിപ്പോ 8ാം ക്ലാസ് ഒരു സമയത്ത്, 8ാം ക്ലാസ് 14-15 വയസ്സ്, 13 ആ വയസ്സല്ലേ. അന്നോട്ട് 8 വർഷം വേറെ ഇങ്ങനെ എന്താ പറയണ്ടേ, കുറേ ചീത്തപ്പേര് കേട്ടു. എനിക്ക് ഭ്രാന്താന്ന് വരെ പറഞ്ഞു. അവൾക്ക് വേറെ എന്തോ സൂക്കേടാണ്, അവളെ ഭ്രാന്താശുപത്രി കൊണ്ടെടുക്കുക, അവളെ വേറെ എന്തിൻ്റെ ഇതൊക്കെയാണെന്ന് സ്വന്തം ബന്ധുക്കാർ തന്നെ. അതോർത്ത് നമ്മൾ കുറേ കരഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെ ഈ ദേവിയുടെ രൂപം കിട്ടുന്ന സമയത്ത് വരുന്നതാണോ അതോ? അല്ല, ഒരു എൻ്റെ വീട്ടിലിങ്ങനെ എന്താ പറയണ്ട ഒരു ഇതുണ്ടായിരുന്നു. എനിക്കറിയില്ല, ദേവിയുടെ ചൈതന്യം. ഒരു കുടുംബക്ഷേത്രം ഉണ്ട് ഞങ്ങൾക്ക് അവിടെ, എടപ്ര എന്ന് പറഞ്ഞ തിരുമാരാടി എടപ്രക്കാവ് ദേവി ക്ഷേത്രമാണ്. അപ്പോൾ അവർ കാരണവന്മാരായിട്ട് എന്തോ സംഭവം പണ്ട് തൊട്ട് ചെയ്തോണ്ടിരുന്ന, ഇങ്ങനെ കോഴിവെട്ട് അതൊക്കെ പണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തോ സംഭവമാണ് വന്നത് എന്നാണ് അറിഞ്ഞത്. ഇതെങ്ങനെ വരുന്നത് ഈ ഉത്സവമായിട്ട് നിൽക്കാൻ പറ്റില്ല, ഒരു എഫക്റ്റ് എന്തോ സാധനം എൻ്റെ ശരീരത്തേക്ക് വന്ന് കയറുമായിരുന്നു. അപ്പോൾ കുറേ ആദ്യം അമ്മയ്ക്കറിയില്ലായിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, ഒരു സ്ഥലത്ത് പോയിട്ട് ദേവിയുടെ ഒരു ചൈതന്യമാണ് ഇവൾക്ക് കിട്ടിയെന്ന് മനസ്സിലായി. പിന്നെ ഉത്സവ സമയം എത്തുമ്പോൾ എനിക്ക് മൈൻഡ് മൊത്തം മാറും. എന്താ തുള്ളല കിടന്ന് തുള്ളി അമ്പലത്തിന് നടയിലെത്തി അവിടെ കിടന്ന് തുള്ളി. കുറേ പേര് വിശ്വാസത്തിൽ വരും, കുറേ പേര് എന്താ പറയണ്ടേ ഇതൊക്കെ ഒരു അഭിനയമാണ്. കാരണം പാട്ട് കേട്ട് ഞാൻ താളം വെക്കുന്ന പറയട്ടെ. അപ്പോൾ അവൾക്ക് എങ്ങനെ പാട്ട് കേൾക്കാൻ പറ്റണേ, താളം വെക്കുന്ന എങ്ങനെ അവള്, അപ്പോൾ അവൾക്ക് ഇരുത്തിന് അറിയണ കാര്യമല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എനിക്കറിയില്ലേ, കാരണം സമയത്തൊരു ഫീൽ എന്താ ബോധമില്ല. എൻ്റെ മൈൻഡ് വേറെ, എനിക്കറിയില്ല. തല കൊണ്ടിരിക്കുന്നതും പിന്നെ കുപ്പികളൊക്കെ കൊണ്ട് എൻ്റെ കൈയൊക്കെ കുത്തി കയറിയിട്ടുണ്ട്, ഇവിടെയൊക്കെ കുത്തി കയറിയതാ. ഇങ്ങനെ കൈ കൊണ്ട് കുപ്പികളെ കുത്തി കയറിയതാണ്. അപ്പൊ എൻ്റെ ശരീരം ഞാൻ തന്നെ കളഞ്ഞതാ. അപ്പൊ എൻ്റെ ശരീരം കളയാൻ എനിക്ക് താല്പര്യം ഉണ്ടാവോ? ഇത് തല കൊണ്ട് റോട്ടി കൊണ്ടിരിക്കുന്നു ഞാൻ. അപ്പോൾ ചില മൈൻഡ് അറിഞ്ഞുകൊണ്ട് അവള് ഗോഷ്ടി കാണിക്കുന്നതാണ്, അവൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്, അവൾക്ക് ദേവിയുടെ ചൈതന്യം ഇല്ല. പക്ഷെ കുറേ പേരുണ്ട് കേട്ടോ വിശ്വാസത്തോടെ, മോളെ എന്താ നിനക്ക്
ഇതാണ് ദേവിയുടെ ഒരു അനുഗ്രഹമാണ്, എല്ലാവർക്കും കിട്ടൂല, നീ അത് കാണേണ്ട ആവശ്യമില്ല. പിന്നെ കുറേ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളൊക്കെ പോയിരിക്കും. കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര പോയിരുന്നു. ഗുരുതി അവിടെ ഇരുന്നു. അന്നേരം നല്ലതാണെങ്കിൽ വേറെ ഇത് തുള്ളിപ്പോവും. ദേവിയുടെ ചൈതന്യമാണെങ്കിൽ അവിടെ ഇരിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നപ്പോൾ തുള്ളി സമയത്ത് അവർ തന്നെ പറഞ്ഞു ദേവിയുടെ ചൈതന്യം തന്നെയാട്ടോ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ കുറവുണ്ട്. മുത്തശ്ശിക്കാണെങ്കിലും അമ്മയ്ക്ക് ഭയങ്കര പ്രാർത്ഥനയാണ്. എൻ്റെ കൂടെ കിടക്കുന്ന മുത്തശ്ശിയാണ് കൂടെ കിടക്കുന്നത്. അപ്പോൾ അമ്മയാണെങ്കിൽ എല്ലാ ഇറച്ചിയും മീനൊന്നും കൂട്ടില്ല, ശുദ്ധിയോടെ തന്നെ എടുക്കുള്ളൂ. ഞാനൊക്കെ അടുത്തെടുക്കുന്നുണ്ട് അതിൻ്റെ അമ്മയും എടുക്കും. ഞാൻ ഇറച്ചി മീനൊന്നും 8 വർഷത്തോളം കഴിക്കില്ലായിരുന്നു. എനിക്ക് വയ്യാതെ നീ വന്നാൽ മാത്രമാണ് ഞാൻ ഇറച്ചി മീൻ ഒക്കെ കൂട്ടുകയറുന്നുള്ളൂ. അല്ലാതെ എല്ലാ സമയത്ത് ഇറച്ചി മീൻ പന്നി പോത്ത്, പ്രത്യേകിച്ച് പോത്ത് ഒട്ടും കഴിക്കില്ല. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ നോൺ വെജ് ഒക്കെ ഒഴിവാക്കണം അങ്ങനെ ഉണ്ടോ? അല്ല, അങ്ങനെ കഴിക്കാൻ തോന്നുന്നു പറ്റുന്നില്ല. ചില സമയത്ത് എനിക്ക് കോഴിയുടെ എന്തോ എനിക്കറിയില്ല എന്താ ഇതിൻ്റെ എന്നാണ്. ഇപ്പം അത് തോന്നലും കൊണ്ടാക്കുകയാണെന്നല്ല, ഭയങ്കര ഇത് ചൈതന്യം കൂടുന്നതുകൊണ്ടാണ് എന്നൊന്നും അറിയില്ല. ഒരു എഫക്റ്റ് എന്താ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് കാലഘട്ടം ആയതുകൊണ്ട് എനിക്ക് കൂടുതലും ഒന്നും പറയാനും പറ്റില്ല. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കേൾക്കും. ഇപ്പൊ നമ്മൾ ഈ ദേവിയുടെ സാന്നിധ്യം ദേഹത്ത് വരുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള. അതെ, കുറേ ഉണ്ട്. അതല്ല പറഞ്ഞു, ബന്ധുക്കാർ വരെ വീട്ടിൽ വന്ന് പറഞ്ഞ അങ്ങനെയാ. കാരണം വിശ്വാസമുള്ളവരുണ്ട്, വിശ്വാസമുള്ള സ്വന്തം ബന്ധുക്കാർ തന്നെയാണ്. അവരെന്ന് പറഞ്ഞ് ഇങ്ങനെ തന്നെയാണ്. അവൾക്ക് മുഴുവൻ ഭ്രാന്താ. അത് സ്വന്തം അമ്മയുടെ, വേറെ ആരോടല്ല. അവൾക്ക് മുഴുവൻ ഭ്രാന്ത, അവൾക്ക് വേറെ തൂക്കേടാന്ന്. അതേത് നമ്മൾ സഹിക്കൂ. അമ്മ എന്താ ഒന്നും മിണ്ടിയില്ല. കാരണം ഒന്നും പറയാൻ പറ്റില്ല. ഒരാങ്ങളെയാണ്, കേട്ടിരുന്നു, ആയിക്കോട്ടെ. പിന്നെ ഇപ്പോൾ മാറി. ഇപ്പോൾ അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. അതിനെന്തെങ്കിലും ചെയ്തിട്ടാണോ എങ്ങനെ അത് പോയത്? അറിയില്ല. എങ്ങനെ പോയത് നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ പറയുന്നുണ്ട്. തിരി പറഞ്ഞു നമ്മൾ കരയുക, പ്രാർത്ഥിക്കുക നല്ലോണം നല്ല. കാരണം ദേവിക്ക് തോന്നുന്നു കന്യക പെങ്കൊച്ചാണ്, അവിടെ വെളിച്ചപ്പാടൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാ. ക്ഷേത്രം വെളിച്ചപ്പെടില്ല. അപ്പോൾ കന്യക പെങ്കൊച്ചല്ലേ, ഇപ്പോഴേ വെളിച്ചപ്പെടാൻ പറ്റില്ലല്ലോ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ അവിടെ പോയി വെളിച്ചപ്പാടാണോ? അങ്ങനെ എന്തോ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് കേട്ടത്. എനിക്ക് അറിയില്ല കഥ. അതായത് ഈ ദേവി ദേഹത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ വെളിച്ചപ്പാടില്ല. വെളിച്ചപ്പാട് പണ്ട് കേട്ടെ. എന്നാൽ അച്ഛൻ മരിച്ചപ്പോൾ മകൻ ഏറ്റെടുത്തില്ല. അല്ല, അങ്ങനെ പെൺപിള്ളേർ വെളിച്ചപ്പാടാവൂ? വെളിച്ചപ്പാടാവൂലോ ആവുന്നാണ് എൻ്റെ അറിവ്. എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെങ്കൊച്ചല്ലേ, അവളെ ഭാവി ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ നിങ്ങൾ നന്നായി കരഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ ഒക്കെ ചെയ്യാനുള്ള കാര്യം ചെയ്യും. പിന്നെ അമ്മയൊക്കെ എവിടേക്കോ എന്ന് പൂജയൊക്കെ ചെയ്ത് പിന്നെ അമ്പലങ്ങളിലൊക്കെ പോയി. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ വിശ്വാസമുണ്ട്. വിശ്വാസം ഇല്ലെന്നല്ല, വിശ്വാസമുണ്ട് എല്ലാവർക്കും. വീട്ടിലെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിശ്വാസമുണ്ട്. അമ്മയച്ഛനൊക്കെ എന്താ ചെയ്യുന്നത്? അമ്മ ബാങ്കിൽ സീപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു. അച്ഛൻ ഹൈദരാബാദിൽ ഇങ്ങനെ പാറക്കല്ലില്ലേ അതിൻ്റെ കൊട്ടിങ്ങനെ ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. അനിയൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോട്ടൽ മാനേജ്മെന്റ് ആയിട്ട് ഹൈദരാബാദിൽ തന്നെ പഠിക്കുക. ഇപ്പൊ നാട്ടിലുണ്ട്. ഇപ്പൊ ഈ കലയോട് ഇഷ്ടമുള്ള ഒരു ഫാമിലി അങ്ങനെ കല ചെയ്യുന്ന ആരും ഇല്ല അല്ലേ? ഞാൻ ഓർത്തു അച്ഛനോ. ഉണ്ട്, അനിയനും ചെയ്യുന്നുണ്ട്. മുത്തശ്ശിയൊക്കെ പണ്ടത്തെ നാടകക്കാരി എന്തുവാ, പണ്ടത്തെ അമ്മയുടെ വീടാ. അപ്പോൾ അമ്മച്ചി പണ്ടത്തെ നാടകത്തിന്റെ അഭിനയിക്കാൻ പോയിരുന്നു. അമ്മയാണെങ്കിൽ അത്യാവശ്യം ഡാൻസ് കളിക്കും. അങ്ങനെ അറിയിക്കില്ല, എന്നാലും കളിക്കും. നാടകത്തിൽ അഭിനയിച്ചില്ലായിരുന്നു? ബാലയാണോ ചെയ്യുന്നുണ്ടോ ഇപ്പോഴും? ഇപ്പൊ ഇല്ല, നിർത്തി. പറമ്പുകളിലൊക്കെ അപ്പൊ അഭിനയിക്കാൻ ഇഷ്ടമാണ്. സിനിമ ആഗ്രഹം ഉണ്ടോ? ഉണ്ട്. അങ്ങനെ ഇല്ലാന്ന് പറയാം. ഡാൻസ് എന്ന് പറയുന്ന സാധനം അങ്ങനെയാണല്ലോ. ഡാൻസ് അല്ലെങ്കിൽ സീരിയലില് എന്താ സിനിമ അതിലേക്ക് വന്നല്ലേ ചാടുള്ളൂ. ഡാൻസ് ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാല് അഭിനയമോഹം ഉണ്ട് ഉള്ളില്. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞാല് അധികം പഠിക്കാൻ വേണ്ടി പോകാൻ പറ്റിയില്ല. നിർത്തി. എല്ലാം എന്താ അരങ്ങേറ്റൊക്കെ വരെ എത്തിയതാണ്. പിന്നെ എനിക്ക് നല്ല മറവി എനിക്കുണ്ട്. ഡാൻസിന്റെ കാര്യത്തിലുണ്ട്. ഉണ്ട്. അത് ഞാൻ ഇവിടെ കളിക്കുന്നല്ല, വീട്ടിൽ പ്രാക്ടീസ് അല്ലെങ്കിൽ സ്റ്റേജ് ചെയ്യുന്നത്. ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ 3-4 പ്രാവശ്യം ചെയ്യും. കഷ്ടപ്പെട്ടാണ് വീഡിയോ ഇറക്കുന്നത്. പിന്നെ ചില അപ്പൊ എല്ലാരും മുദ്രകളും കൃത്യമാവുന്നില്ലല്ലോ. അല്ല, ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കാറുണ്ടോ? അടുത്ത വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ശരിയാക്കി ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരാറുണ്ട്. അതുണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണത് ഇങ്ങനെ ഒരാൾ ചെയ്ത് ക്യാമറ പിടിച്ചാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എന്താ പറയണ്ടേ, ഒന്ന് ഓടിച്ചാടി കളിക്കുക, അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് എന്താ ആ ക്യാമറ നേരെ നിന്ന് കളിക്കണം, ക്യാമറ പുറത്ത് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും സ്റ്റെപ്പ് ഇട്ട്
കളിക്കലേ നോക്കുള്ളൂ. ഒരിക്കലും ഇപ്പൊ പറഞ്ഞ പോലെ ഒരിക്കലെങ്കിലും എന്തുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്? എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഞാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള പെൺപിള്ളേർ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. ആഗ്രഹമുണ്ട്, പക്ഷെ അതിനും കേൾക്കൂല ഞാൻ. തരാം ആ വീടുമ്പോ അതിനും ഞാൻ കേൾക്കൂലോ. അതാലോചിച്ചിട്ട് പറയാം, അവരെന്തേലും പറഞ്ഞിട്ട് പോട്ടെ, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യാന്ന് ഓർത്ത് അങ്ങോട്ട് പോവാണ്. അങ്ങനെയില്ല, എന്നാലും സങ്കടം വരും, അതൊക്കെ സങ്കടം വരും, നല്ലോണം ഈ സങ്കടമൊക്കെ വരും. പിന്നെ പറയുന്നത് സപ്പോർട്ട് എല്ലാവരും ഉണ്ട്. നമ്മൾ ആരും പേര് കുറ്റം പറഞ്ഞു വന്നാലും ഒരാളെയും സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറേ പേരുണ്ട്, മോളെ എന്താ പറയണ്ടേ, സപ്പോർട്ട് ചെയ്യാൻ എന്താ ഞങ്ങളുണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാം, ഞങ്ങൾക്കറിയാം. അപ്പോൾ അത് കേട്ട സമാധാനം ഉണ്ട്. ഓക്കെ, ഒരു പെങ്കൊച്ചെങ്കിലും ഉണ്ട്, ഒരാളെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ടല്ലോ. അപ്പോൾ വീട്ടിലാണെങ്കിലും സപ്പോർട്ടുണ്ട്, ചേട്ടനാണെങ്കിലും സപ്പോർട്ടുണ്ട്. നീ കുഴപ്പമില്ല, ഇങ്ങനെ പോവും, എന്തായാലും നീ വേറൊന്നും അല്ലല്ലോ, തുണിയില്ലാതെ ഒന്നും അല്ലല്ലോ. എനിക്ക് തോന്നുന്നു അവർ അങ്ങനെ ചെയ്തിട്ട് അവർക്ക് ഒരു നല്ല ചീത്ത കമന്റ് ഒന്നുമില്ല ഞാൻ കണ്ടിട്ടുള്ള ഏതൊരു വീഡിയോയിൽ. ആ പെണ്ണ് കമന്റിനകത്ത് നല്ലത് മാത്രമേ ഉള്ളൂ, വേറൊരു വീഡിയോ കുറെ ഹാർട്ടും കുറെ ഉമ്മയും എല്ലാം വെച്ച്. ഞാൻ ഓർത്ത് എൻ്റെ വീടിക്ക് എന്താ ഉള്ളേ, കുറെ ചീത്ത മാത്രം. ഞാനാണെങ്കിൽ ഫുൾ ഡ്രസ്സിലാണ് വരുന്നത്. അതെ, അത് കുറെ ലൈക്കും കുറെ ഉമ്മ, അങ്ങനെ അടിയിൽ എവിടെയെങ്കിലും പോയാൽ മാത്രമേ ഒരാളുടെ കമന്റ് ചീത്ത കാണുള്ളൂ. എന്റെ തുറന്നാൽ അപ്പൊ ചീത്ത കമന്റാ. ഇത് എവിടെ നീ കമന്റ് മൊത്തം വരണേ? ഇത്രയും കമന്റ് അവർക്ക് വേറെ ജോലി ഇല്ല. കഥ പറഞ്ഞ വീഡിയോ ഇടുമ്പോ തന്നെ കമന്റ് മോശം പറഞ്ഞ് നിൽക്കും അവിടെ. അത് ഇടുന്നൊരു അക്കൗണ്ട് എടുത്ത് നോക്കിയല്ലോ, വീഡിയോ ഉണ്ടാവില്ല, ഫോട്ടോ ഉണ്ടാവില്ല, എല്ലാം ഫേക്ക് ആയിരിക്കും. ചില പെണ്ണുങ്ങളുണ്ടാവും കേട്ടോ, നീ എന്തടി കാണിക്കുന്നു, ഒരു പണിയൊന്നുമില്ലേ. ഇന്നലെ ഏതൊരു വീഡിയോ ഇട്ടിട്ട് എന്തൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുക അവര്. എനിക്ക് തോന്നുന്നു വായിക്കാൻ അറിയില്ല. അപ്പൊ എനിക്ക് പറഞ്ഞുതരും കൂട്ടുകാരന്മാരാണെങ്കിലും. കമന്റ് വായിക്കാൻ അറിയില്ല? ഇല്ല. അപ്പൊ അത് വായിക്കാറില്ല അല്ലേ? കമന്റ് വായിച്ചല്ല വായിക്കും. ആദ്യം ഇടുമ്പോ 2-3 കമന്റ് വായിച്ചോണ്ടിരിക്കും, ഒരു ലൈക്ക് ചെയ്യും. കുറച്ച് കഴിയുമ്പോ കമന്റ് മോശം അറിയുമ്പോ കളഞ്ഞാലോ, വേണ്ട, പിന്നെ അടുത്ത് കമന്റ് വായിക്കില്ല. പിന്നെ ഇവര് വന്ന് പറയും നിന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ്. നമ്മൾ കാണാത്തവര് വിളിച്ച് പറഞ്ഞു തരും. ചേട്ടൻ വിളിച്ചു പറയപ്പെടും. ചേട്ടൻ വിളിച്ചപ്പോഴും പറയും എടി നിന്റെ കമന്റ് ഉണ്ടായിരുന്നു. ഇല്ല, നല്ല കമന്റ് വന്നിട്ടുണ്ട്, കൊറേ ചീത്തൊക്കെ ഉണ്ട്. അനിയനാണ് നോക്കൂല്ല. ഞാൻ എന്താ ഈ കഴിഞ്ഞ ദിവസം എന്താ എത്ര ഒരു വീഡിയോ നല്ല അത്യാവശ്യം ലൈക്ക് വന്നു. എന്റെ വീഡിയോ കണ്ടായിരുന്നോ? അവിടെ ഞാൻ കണ്ടു, നിന്നെ വീടൊക്കെയല്ലേ സ്ക്രോൾ ചെയ്തിട്ട് കാണണ്ട. എനിക്ക് കാണുന്നത് എന്തിന് ഭയങ്കരമായിട്ട് കാണുന്നറിയാം, എന്നാലും കണ്ടില്ല തിരിച്ചു പറയും. ഈ ഇൻസ്റ്റക്കകത്തില്ലേ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഹലോ ഗൈസ് ആ സാറല്ലേ അത് പറഞ്ഞ് നാളെ വന്നു കുട്ടിക്ക് ഹലോ ഗൈസ്. ഈ സാധനം എവിടെ കിട്ടി? ഞാൻ ഹലോ ഗൈസ് എപ്പോഴാണ് കുറച്ചുകൂടെ ഇതാക്കിയിട്ട് ഹലോ ഗൈസ് ചുമ്മാ ഹലോ ഗൈസ് ഇട്ടു. പിന്നെ ഇത് കണ്ടപ്പോ എനിക്ക് ഇതുപോലെ ഇട്ടണ്ട ഇന്ന് വാവാടിന് പറ്റില്ല, ആ ചേച്ചി സോണാണല്ലോ അത് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഹലോ ഗൈസ്, അപ്പൊ നീട്ട ചെങ്കൂട്ടി അങ്ങനെ എല്ലാത്തിനും ഹലോ ഗൈസ്. അതിന് ആളുകൾ കളിയാക്കുന്നുണ്ടല്ലോ. ഉണ്ട്, എനിക്ക് വിഷയമല്ല. അതാ എവിടെയെങ്കിലും പോവാണെങ്കിൽ തന്നെ ഹലോ ഗൈസ്, ടീം വരുമ്പോഴേ എല്ലാം തുടങ്ങും ഹലോ ഗൈസ്. നാട്ടിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോ ആൾക്കാർ പറയൂ നാട്ടിൽ കൂടെ അങ്ങനെയൊന്നും പറയാറില്ല. നാട്ടിലുള്ളവര് പിള്ളേരായിട്ടും കുറവാണ്. ഈ അടുത്ത ഈ ചേച്ചിമാരൊക്കെ ഉള്ളു, അവരെ നമ്മളെ കാണുന്നില്ലല്ലോ. പരിപാടിക്ക് പോകണ്ടോ എപ്പോ എത്തി മാത്രമേ ചോദിക്കുള്ളൂ. ചേച്ചിമാര് അവർക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അവര് ഫോൺ അങ്ങനെ ഉപയോഗിക്കുന്നില്ല, അവർ കാണുന്നില്ലല്ലോ അല്ലേ. പിള്ളേരായിട്ടും കാണുന്നുള്ളൂ. പിള്ളേർ അവിടെ ചെറുക്കന്മാരൊക്കെയാണ് നമ്മളങ്ങനെ അതേ എന്താ പറയണ്ടേ കാണുന്നില്ല. പരിപാടിക്ക് വരുവാണെങ്കിൽ വീട്ടിൽ വന്നു കിടന്നുറങ്ങണു, തിരിച്ചതുപോലെ പഠിക്ക് വരുന്ന തിരിച്ച് വീട്ടിൽ പോകണു. ഫുൾ ബിസി ആയിട്ടുള്ള ഒരു ജീവിതമാണ്. ഇടയ്ക്ക് അങ്ങനെയും പറയാം. പരിപാടിക്ക് തുടങ്ങിയാൽ അങ്ങനെ വരും. എല്ലാ സമയത്തും ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ഫോണിൽ തോണ്ടിരിക്കുക, റീലെടുക്കുക, പോസ്റ്റ് ചെയ്യുക, കമന്റ് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാലും അച്ഛനും അത് വല്ലാതെ സീനുണ്ടാക്കും. അച്ഛന് ഇഷ്ടമല്ലേ ചെയ്യുന്നത്? ചെയ്യണ ഇഷ്ടം കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ മൂക്കൊക്കെ ഇല്ലേ, അത് അച്ഛന് ഇഷ്ടമല്ലായിരുന്നു. അതൊക്കെ അച്ഛൻ വന്ന് കുറെ മൂക്കുത്തിയതൊക്കെ അത് അച്ഛന് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, 2 സൈഡ് മൂക്കുത്തിയത്. അപ്പൊ അച്ഛൻ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. പ്രോഗ്രാമിന് പോകുന്ന അച്ഛന് ഇഷ്ടമാണോ? അതൊക്കെ സപ്പോർട്ട്, എല്ലാ വീട്ടിലും അച്ഛനായാലും അമ്മയും എല്ലാം സപ്പോർട്ടാ. ആ വയത്തൊക്കെ അല്ല സാധാരണ വീട്ടിൽ നിന്ന് ഇരിക്കാന്നല്ലേ പറയും, അത് അങ്ങനെയൊന്നുമില്ല. പരിപാടിക്ക് പൊക്കോ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ വഴക്കുണ്ടാക്കി ഇരിക്കും എല്ലാവരും. ഇപ്പൊ ആങ്ങളായാലും അമ്മയായാലും പൊക്കോട്ടെ, അവള് പൊക്കോട്ടെ, അവൾക്കുള്ള ആകെയുള്ള കഴിവാണ് അത് പൊക്കോട്ടെ, നമ്മുടെ കൊച്ചു എവിടെയെങ്കിലും കയറി പിടിക്കാനുള്ള ആഗ്രഹം, അങ്ങനെ പൊക്കോട്ടെ എന്നൊക്കെ പറയും.
ഇപ്പൊ എനിക്ക് 23 വയസ്സായി. 2 വയസ്സ് കഴിഞ്ഞപ്പോ എനിക്ക് എന്താ ബന്ധുക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി കെട്ടിച്ചുവിട്. അപ്പൊ ഇടയ്ക്ക് അച്ഛൻ എന്താ പറയണ്ട കെട്ടിച്ചുവിടാം, കെട്ടിച്ചുവിടാം. അപ്പൊ എന്റെ വെച്ച് നോക്കുമ്പോ ഇപ്പൊ എന്തായാലും എനിക്ക് എന്താ പറയണ്ട കെട്ടാതില്ല എന്ന് പറഞ്ഞാല് താല്പര്യമില്ല മാത്രമല്ല എന്തായാലും എന്റെ ഇത് കിട്ടില്ല. കാരണം ഇതുപോലെ എനിക്ക് ഫ്രീഡം കിട്ടില്ല. പ്രോഗ്രാമിനൊക്കെ പോവാനായിട്ട്. ശരിയാ. അപ്പൊ അച്ഛനെ കണ്ടെത്തുവാണെങ്കിൽ എന്താ പറയണ്ടേ അങ്ങനെയല്ല, അത്യാവശ്യം എന്താ പറയണ്ടേ വീട്ടിലെങ്ങനെ ജോലി ചെയ്തും അങ്ങനെ ആൾക്കാർ അവർ നോക്കുള്ളൂ. ഇപ്പൊ സർക്കാർ ജോലി ആളാണെങ്കിൽ തന്നെ എന്നെ വീട്ടിലിരുന്ന് അങ്ങനെ അവർ നോക്കുള്ളൂ. അതാണ് അച്ഛനൊക്കെ നോക്കുള്ളൂ. അപ്പോൾ അമ്മയാണെങ്കിലും മുത്തശ്ശിക്ക് അങ്ങനെയല്ല. അമ്മ പറഞ്ഞു ഇവിടെ കൊച്ചപ്പോൾ പ്രായമൊന്നുമല്ല, അവളുടെ കെട്ടിച്ചിടം പ്രായമൊന്നുമല്ല, അവൾ ഇനി എത്തട്ടെ. അമ്മയൊക്കെ മുത്തശ്ശി അങ്ങനെ സപ്പോർട്ടാണ്, അമ്മയും മുത്തശ്ശിയൊക്കെ. അപ്പോഴാണെങ്കിലും അവൾ വെച്ച് പഠിക്കട്ടെ, അവിടെ ഇങ്ങനെ എത്തട്ടെ. ഇവർക്കാണെങ്കിൽ ടി വി കാണണം, ഇങ്ങനെ ഡാൻസ് കളിച്ച് ടി വിയിൽ കാണുമ്പോൾ കൊച്ചെ നീ എന്നാ ടി വിയിലേക്ക് തന്നെ അത് ഞങ്ങൾ ടീം തന്നെ ഒരുമിച്ചാ പോയത്. നമ്മുടെ ജാല കലാസ് ടീം ആ ടീം തന്നെയാണ് പോയത്. അത് നമ്മുടെ കൂട്ടത്തിൽ എൻ്റെ പ്രായത്തിലുള്ളവർ തന്നെയാ. 20, 18 കോളേജ് എന്താ പ്ലസ് 1 പഠിക്കുന്നതും 10ാം ക്ലാസ് പഠിക്കുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് തന്നെ ഞങ്ങൾ അത് പോയത്. പക്ഷെ എന്നാലും ഇങ്ങനെ പരിപാടിയായിട്ടേ എന്നാ നീ കയറണേ. അമ്മയ്ക്ക് അതൊക്കെ ആഗ്രഹം. അനിയനാണെങ്കിലും മുത്തശ്ശിക്ക് ഏറ്റവും വലിയ ആഗ്രഹം അതാ, എവിടെയെങ്കിലും കൊച്ചെത്തണം, എന്നിട്ട് കെട്ടിച്ചു വിടാം. ഇപ്പോൾ അവളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അവളെ ഓർത്ത് നോക്കിക്കേ അവൾക്ക് നടക്കാൻ പറ്റുമോ അങ്ങനെ. പക്ഷെ അച്ഛനെ ആരെങ്കിലും പറയുമ്പോൾ മാത്രമേ ഉള്ളൂ അച്ഛനൊരു ഇല്ല പറഞ്ഞു കഴിയുമ്പോൾ കുഴപ്പമില്ല. അത് ഇടയ്ക്ക് ഇങ്ങനെ അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, പുറത്തല്ല. അപ്പോൾ അച്ഛന് ബന്ധുക്കളൊക്കെ വിളിക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ ചെറിയൊരിത് കുറച്ച് കഴിയുമ്പോൾ അച്ഛനാണെങ്കിലും നമ്മൾ പറയുമ്പോൾ അമ്മയൊക്കെ പറയുന്ന കഴിയുമ്പോൾ ഇങ്ങനെ മാറ്റം വരും. കയ്യിലൊക്കെ ഇതെന്താ തഴമ്പ് താളം പിടിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ ചെയ്യാനായിട്ട്. അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. കാരണം വെയിറ്റ് ഉണ്ട് ഈ സാധനം. വെയിറ്റ് ഉണ്ട്. 2.5 കിലോ ഉണ്ട് ഈ സാധനം. ഒരെണ്ണം രണ്ടെണ്ണം ചേർന്ന് അപ്പോൾ നല്ല തൊലി പോവും. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ തൊലി ഇങ്ങനെ മുറിയും പൊട്ടിപ്പോവും. അപ്പോൾ ആ നീറ്റിലുണ്ടാവും. പിന്നെ ഉപ്പുവെള്ളം ശരീരത്ത് ആ ഉപ്പുവെള്ളം ആ വെള്ളം കൊണ്ട് ചേർന്ന് പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്ക് ഇവിടെയൊക്കെ പൊട്ടുവോ? അങ്ങനെ പൊട്ടിയത് ഇത് മൊത്തം ഇത് എന്തെങ്കിലും സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുമോ കയ്യിലെങ്ങനെ? ബാൻഡേജ് കെട്ടാനൊക്കെ പറ്റും. പക്ഷെ അതൊക്കെ എന്താ പറഞ്ഞാൽ വേർപ്പിരിക്കുന്നുണ്ടേ അങ്ങനെ ഒട്ടുമില്ല വീട്ടിൽ. പിന്നെ കുറച്ച് പിന്നെ അതിനൊക്കെ നല്ല കെട്ടാതിരിക്കുന്ന ഏറ്റവും നല്ലത്. എന്താ പറയുക നല്ല പാടാണ്. പിന്നെ ഇത്രയും എനർജി ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ സ്പീഡ് ചെയ്യണ്ട, ഇത്രയും മണിക്കൂർ ചെയ്യണം. അവസാനൊക്കെ ആകുമ്പോഴത്തേക്കും വയ്യാതാവില്ലേ? ഇരുന്നാ നല്ല മടുത്തു. ആ ഒരു എന്ന് പറഞ്ഞാൽ ഇത് കളിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ആ ഒരു ഓളത്തെ അവള് കളിച്ച് ഇതായി പോകും. പക്ഷെ ഒന്ന് ഇരുന്ന് പോയോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാൻ ഭയങ്കര ഒരു മടിയാ. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്താൽ പോയി എല്ലാം പോയി. അതെല്ലാവർക്കും എനിക്കെന്നല്ല എല്ലാവർക്കും. കാരണം ചെണ്ട എന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റുള്ള സാധനം. അത് സൈഡ് ഈ സൈഡ് മാത്രം തൂക്കിയിട്ടിട്ട് കൊട്ടുമ്പോൾ ഞങ്ങളത് കൊട്ടുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് ഇടുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മടുത്തു. കാരണം ഡ്രസ്സൊക്കെ ഇരിക്കുമല്ലേ. ഞാൻ ഇതിനകത്ത് കണ്ടു, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് തന്നെ എത്തുന്നു. അവനുടെ ലക്ഷ്യം എന്താ? ഇത് തന്നെ ലക്ഷ്യം. ഡാൻസിൽ വലിയൊരാളാവണം. നമുക്കല്ല എന്തെത്തിയാലും പൈസ വേണമല്ലോ. ഇപ്പൊ ജ്വാല കലാസമിതിയിൽ നിൽക്കുവാണല്ലോ, സ്വന്തമായിട്ട് ഒരു കലാസമിതി ഒക്കെ സ്വന്തമാണ്. അപ്പൊ ഈ പ്രായത്തിൽ തന്നെ ഒരു ബിസിനസ്സും പരിപാടിയൊക്കെ ആയല്ലോ. പിന്നെന്താ കഷ്ടപ്പാടല്ലേ, ചുമ്മാ നടത്താൻ പറ്റില്ലല്ലോ, പൈസ വേണമല്ലോ. പൈസയാണ് പ്രശ്നം അല്ലേ? ഓക്കെ, എന്തായാലും അവനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. നല്ല രസമായിരുന്നു സംസാരിക്കാനായിട്ട് അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടോ, അവൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് വേണം കേട്ടോ. ഓക്കെ, നാളെ വരുന്നോ? ഓക്കെ ഓക്കേടാ, താങ്ക് യു.